എം.വി. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണവുമായി കോടിയേരിയുടെ കുടുംബം. CPM-ന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്ന വിനോദിനി കോടിയേരി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണ്. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നും വിനോദിനി കോടിയേരി പറയുന്നു. പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, കോടിയേരി പോയ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് വലിയ അവഗണന കാട്ടി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ, ഒരു ആരോപണം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എടുക്കാം. അതൊരു പ്രത്യേക ആളെ ഉന്നം വെച്ച് തന്നെയാണത് പറയുന്നത് എന്നുള്ളത് കൂടി വ്യക്തമാണോ? എന്താണ് മാസികയുടെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു വെക്കുന്നത്? ഈ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷം, അത് 4 വർഷമാകുന്നു, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ ഇന്റർവ്യൂ നടത്തിയാൽ അവരോട് ചോദിച്ചത്. അതിന് മറുപടി എന്നോണമാണ് വിനോദിനി പറയുന്നത്. മരണവും സംസ്കാരവും എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോയതിനു ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെ ആണോ, ഞങ്ങളൊക്കെ ഒപ്പേ ഉണ്ട് എന്നാരും പറഞ്ഞിട്ടുമില്ല എന്ന് വിനോദിനി പറയുന്നുണ്ട്. ചില നേതാക്കന്മാർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല എന്നുള്ള പരാതി ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോ ഇന്റർവ്യൂ നടത്തുന്നയാൾ ചോദിക്കുന്നുണ്ട്, ആ വലിയ നേതാവ് പേര് പറഞ്ഞില്ല എങ്കിൽ പിണറായി വിജയനാണെന്ന് ധരിക്കും എന്ന് പറയുമ്പോൾ അതിന് മറുപടി വിനോദിനി പറയുന്നുണ്ട്. വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷം ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ഞാൻ നിരവധി തവണ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ഞാനെന്തോ വ്യക്തിപരമായ ആവശ്യം സാധിക്കാനായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കാത്തത്. അത് എം.വി. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആ പരാമർശം ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് കേരളത്തിലുള്ളത്. പിണറായി വിജയനും A. വിജയരാഘവനും M.A. ബേബിയും അതുപോലെ തന്നെ M.V. ഗോവിന്ദനും. M.A. ബേബി ജനറൽ സെക്രട്ടറിയാണ്. A. വിജയരാഘവനും കോടിയേരിയുടെ കുടുംബമായിട്ട് അത്രയും വലിയ വ്യക്തിബന്ധമൊന്നുമില്ല. പിന്നെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, മുതിർന്ന നേതാവ് എന്ന നിലയിൽ M.V. ഗോവിന്ദനെ വിളിച്ച കാര്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് അത് ബിനീഷ് കോടിയേരിയുടെ ഈ പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാളായി അന്ന് പാർട്ടിയിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് M.V. ഗോവിന്ദൻ തന്നെയാണ്. അദ്ദേഹമാണ് അതിനകത്ത് നിർദ്ദേശം നൽകാതിരുന്നത്. പിന്നീട് പിണറായി വിജയൻ ഇടപെട്ടിട്ടാണ് ആ പാർട്ടി അംഗത്വം പുതുക്കി നൽകിയത്. ഇതിപ്പോ M.V. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ പരാമർശം എന്ന കാര്യത്തിൽ സംശയമില്ല ജിൽസി. യെസ്, അപ്പോൾ M.V. ഗോവിന്ദനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ഗുരുതര ആരോപണം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം ഉന്നയിക്കുന്നത്. വിനോദിനി ബാലകൃഷ്ണനാണ് ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയം. സെയ്ഫ് സൈലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് മോർണിംഗിൽ വീണ്ടും ഒരു ഇടവേള.